ഈ പുസ്തകത്തിലെ കൂടുതലുള്ള ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നില്ല. കാരണം ഇവിടെ 14 പ്രതിഭകൾ ആ പുസ്തകത്തെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ പുസ്തകത്തെക്കുറിച്ചും അവരുടെ വായന അനുഭവത്തെക്കുറിച്ചും നിങ്ങളുമായി സംവദിക്കാനും പങ്കുവയ്ക്കുവാനും വേണ്ടി വിനേഴ്സ് വിഭാഗമായ പാർവതിയെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് പാർവതി. ഇപ്പോൾ ബാബുബ്രഹാം സാറിൻ്റെ കമ്പിളിക്കണ്ടത്തെ കൽപ്പനകൾ അതൊരു ആഞ്ഞുകൊത്തുന്ന അനുഭവങ്ങളുള്ള ഒരു പുസ്തകം തന്നെയാണ്. ബാബുബ്രഹാം സാറിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കണ്ണൂരിൽ വെച്ചിട്ടാണ്. പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ സാറ് വാക്ക് പാലിച്ചു എന്ന് പറയാം. കാരണം അന്ന് നമ്മളോട് പറഞ്ഞത് എന്തായാലും വിന്നേഴ്സ് ലൈബ്രറിയിൽ ഞാൻ എത്തുമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ ബാബുബ്രഹാം സാറോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഥയിൽ വരികയാണെങ്കിൽ ഈ ബാബുബ്രഹാം സാറിൻ്റെ ആത്മകഥയാണിത്. നന്ദികുന്നേൽ മേരി എന്ന ഒരു അമ്മയുടെ കഥ. ഒരു ധീരവനിതയായ അമ്മയാണ് ഈ നന്ദികുന്നേൽ മേരി. മേരി കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും തൻ്റെ ജീവിതാനുഭവങ്ങളാണ് അവരുടെ പാഠങ്ങൾ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ആത്മകഥയിൽ ബാബുബ്രഹാം സാറ് എഴുതി വച്ചിരിക്കുകയാണ്. ആ മലം കോരുന്നത് എന്ന സംഭവം, മലം കോരുക എന്ന സംഭവം എഴുതി വച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ സംഭവിക്കുന്നതാണോ, ഇതൊക്കെ യാഥാർത്ഥ്യമായി സംഭവിക്കുന്നതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അത്രയും ആഞ്ഞുകൊത്തുന്ന അനുഭവങ്ങളാണ് സാറിൻ്റെ ഈ പുസ്തകത്തിലുള്ളത്. ഇപ്പൊ തന്നെ ഞാൻ 2-3 വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. വായനശാലയിൽ വെച്ചിട്ടായിരുന്നു ആ പരിപാടി നടന്നത്. വയോജനങ്ങളുടെ പരിപാടിയായിരുന്നു അത്. അതിൽ ഈ ഒരു കമ്പിളിക്കണ്ടത്തെ കൽപ്പനകൾ എന്ന പുസ്തകമാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ എൻ്റെ അവതരണം കേട്ട ശേഷം ഓരോ അമ്മമ്മമാരും അച്ചാച്ചന്മാരും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് നമ്മൾ കമ്പിളിക്കണ്ടത്തേക്ക് എത്തിപ്പോയി നന്ദികുന്നേൽ മേരി എന്നൊരു അമ്മയുടെ ജീവിതാനുഭവം ഹൃദയസ്പർശിയായി. ഒരുപാട് പേര് ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നു, എന്നെ ഒരുപാട് കെട്ടിപ്പിടിച്ചു. ഇതിനെല്ലാം കാരണം സാറിൻ്റെ ഒരു ആത്മകഥയാണ്. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രതിഭയുടെ നാടാണ് പിണറായി. അങ്ങനെ ഒരുപാട് ഹൃദയത്തിൽ സ്പർശിച്ച സംഭവങ്ങളുള്ള ഒരു പുസ്തകമാണ് ഈ കമ്പിളിക്കണ്ടത്തെ കൽപ്പനകൾ എന്നത്. എനിക്ക് സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ എല്ലാവരും പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയും വായന മരിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ വായന മരിക്കുന്നില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കമ്പിളിക്കണ്ടത്തെ കൽപ്പനകൾ. ഞാനിത് വായിക്കുമ്പോൾ 16-ാം പതിപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ 80-ാം പതിപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സാറിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഈ കഥയിൽ, ഈ ഒരു ആത്മകഥയിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട് സാറ്. അപ്പോൾ സാറിന് എഴുതാൻ പറ്റാത്ത, അതായത് വായനക്കാർ അറിയണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരു സംഭവം, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ?